ഇവിടെ മാങ്ങാക്കാലമായിട്ടുണ്ടേ പതിവ് പോലെ ജോലികളൊക്കെ കഴിഞ്ഞ് വാതിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോണ്ടല്ലോ എന്ത് വ്ലോഗ് എടുക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കണ്ണിൽ പെട്ടതാണ് ഈ മാവ്. ആക്ച്വലി ഇത് എൻ്റെ മാവൊന്നുമല്ല കേട്ടോ, ഞാനൊരു മാവ് ചെറുതായിട്ട് ഇവിടെ നട്ടത്. എനിക്ക് വലിയ സ്ഥലമൊന്നുമില്ല കേട്ടോ, ഞാൻ മതിലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോന്ന് വെച്ച് പിടിപ്പിക്കുമായിരുന്നു. അങ്ങനെ വെച്ചപ്പോൾ എൻ്റെ മാവ് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് മാങ്ങ കിട്ടാനുള്ള ഏക ആശ്രയം ഈ മാവൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള കുറച്ച് നാട്ടുകാരും വീട്ടുകാരൊക്കെ മാങ്ങ പറിക്കുന്നത് ഈ മാവിൽ നിന്നൊക്കെ തന്നെയാണ്. ഇതിലെ മാങ്ങ പാകമാകുമ്പോൾ ഉണ്ടല്ലോ എന്നെ നോക്കി പയ്യെ ചിരിക്കട്ടെ, പിന്നെ ഞാൻ വേഗം വന്നിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ പറിക്കട്ടെ. ഞാൻ എപ്പോഴെപ്പോഴും വന്ന് പറിക്കില്ല, പറിക്കുമ്പോൾ കുറച്ച് കൂടുതൽ പറിക്കൂട്ടെ. അപ്പോൾ എന്തായാലും പറിക്കാണല്ലോ, പറിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ പറിച്ചിട്ട് അച്ചാറിടുകയും ചെയ്യും, അതുപോലെ തന്നെ കറിക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി കുറച്ച് കൂടുതൽ പറിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് മാങ്ങയുടെ തോലും അതുപോലെ തന്നെ റോട്ടി ചാടിയതുകൊണ്ട് തന്നെ കുറച്ച് മാങ്ങയൊക്കെ ചതഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ ചതഞ്ഞ മാങ്ങകൾ ഇന്ന് തന്നെ അച്ചാറിട്ടില്ലെങ്കിൽ പിന്നത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കേടായി പോവുകയും. ഇത് പറിക്കണേൻ്റെ ഇടയിൽ കുറേ നിസറുകളൊക്കെ കൂടി എന്നെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിട്ട്, ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ നിസറിന് ഓരോന്ന് ഇങ്ങനെ പെറുക്കി പെറുക്കി കളയായിരുന്നു. മുകളിൽ നിസർ താഴെ മനുഷ്യൻ നിൽക്കണോടത്ത് ചൂടിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ മാങ്ങ കുളത്തി പറിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിട്ട് എനിക്കിവിടെ തോട്ടിയിലാട്ടോ, തോട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ മാറാലടിക്കുന്ന കോല് ഉപയോഗിച്ചിട്ടാട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ പറിച്ചെടുക്കുന്നത്. ഈ കോലിൻ്റെ ഒരു സൈഡിൽ മാറാലടിക്കുന്ന പോർഷനാണ്, ഈ മറു സൈഡിൽ ഞാൻ അരിവാൾ വെച്ച് കെട്ടിയേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയില്ല, അതാണ് കേട്ടോ ഇപ്പം എൻ്റെ അവസ്ഥ. അങ്ങനെ മാങ്ങയ്ക്ക് ഞാനൊരു പാത്രത്തിലേക്ക് പെറുക്കിയിടാണ് കേട്ടോ. ഇതിൽ കുറച്ച് മാങ്ങയൊക്കെ ചതഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെറിയ മാങ്ങകളൊക്കെ ഇങ്ങനെ പുളോട് കൂടി ചെത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഏതാ മാങ്ങയെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കണ്ട കേട്ടോ. എനിക്ക് പൊതുവെ ഈ മാങ്ങയുടെ പേരുകൾ ഓരോ പേരുകളൊക്കെ പറയുമ്പോൾ അത് ഏത് മാങ്ങയാണെന്നൊന്നും തൊട്ട് കാണിക്കാനൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഈ മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചെറിയ മാങ്ങയാണ്, നല്ല പുളിയൊക്കെ ഉണ്ട്, പിന്നെ കറിയിലൊക്കെ ഇട്ടാൽ നല്ല പുളോട് കൂടി തന്നെ കിടക്കും കേട്ടോ മക്കളെ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓക്കെ, ബൈ.